ഓക്കെ. പിന്നെ അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഇന്ത്യൻ ബേസ്ഡ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ഒരു US ബേസ്ഡ് അഡ്വർടൈസറുമായിട്ട് ഒരു എഗ്രിമെന്റ് നടത്തുകയാണ് ഫോർ എ വീഡിയോ പ്രൊമോഷൻ. അപ്പോൾ ആ എഗ്രിമെന്റ് വഴി ഇന്ത്യൻ യൂട്യൂബർക്ക് $1000 ആണ് റിസീവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത്, ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് $1 ഇസിക്കൽ ടു 80 INR ആയിരുന്നു. ഒരു ഡോളറിന് 80 ഇന്ത്യൻ റുപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഇന്ത്യൻ യൂട്യൂബർ എന്താ വിചാരിക്കുക, ആഫ്റ്റർ ഈ വീഡിയോ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇയാൾക്ക് 80,000 റുപ്പീസാണ് കിട്ടാൻ പോകുന്നത് അല്ലേ. ദെൻ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ സമയമായപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യേണ്ട സമയമായപ്പോൾ പെട്ടെന്ന് ആ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്യാണ്. സോ അവിടെ $1 ഇസ് ഈക്വൽ ടു 75 INR ആവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, ഈ യൂട്യൂബർക്ക് ശരിക്കും ഒരു 5,000 റുപ്പീസ് ലോസ് അല്ലേ. അയാൾ 80,000 കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് $1 ഇസ് ഈക്വൽ ടു 75 INR ആയ കാരണം അയാൾക്ക് ഇപ്പോൾ 75,000 കിട്ടുന്നുള്ളൂ. സോ 5,000 ഈസ് ലോസ്. ഓക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയാം. ഓക്കെ. വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്, പ്രത്യേകിച്ച് UGC എക്സാമിനേഷൻ. ഓക്കെ.